ഓ, അതൊക്കെ ഓർക്കുന്നുണ്ടോ വേദ ഇപ്പോ? ആ, ആ, ഓർക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ ചില അവ്യക്തമായ ഓർമ്മകള്, നടന്ന വഴികള്, പഠിച്ച കോളേജ്, എന്നാലും കൃത്യമായിട്ട് ഓർക്കാൻ പറ്റുന്നില്ല. നീൽ, ഒരു മനുഷ്യന്റെ ഏറ്റവും മോശമായ അവസ്ഥ എന്താണെന്നറിയാമോ? ഓർമ്മകളില്ലാതാവുന്നത്. സത്യത്തിൽ മനുഷ്യനെന്ന വാക്കിന് നിലനിൽപ്പുണ്ടാവുന്നത് തന്നെ അവൻ ഓർക്കാൻ കഴിയുമ്പോൾ മാത്രമാ. ഞാനൊരു അപ്പൂപ്പൻ താടിയാണ് നീൽ. ഒട്ടും ഭാരമില്ലാത്ത, കാറ്റിനൊപ്പിച്ച് പറന്നു നടക്കുന്ന, ഒടുക്കം ഏതെങ്കിലും ഒരു ചെടിയുടെ കമ്പിൽ കുരുങ്ങിപ്പോകുന്ന എന്നെ ഓർമ്മകളിലേക്ക് അല്പമെങ്കിലും കൈപിടിച്ച് നടത്തിയത് നീലാണ്. ആ യാത്ര പൂർണ്ണമാവണമെങ്കിൽ നമുക്കിനി ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. ഒരു യാത്രയാവുന്നത് എപ്പോഴാണെന്ന് അറിയാമോ വേദയ്ക്ക്? അതിൽ പങ്കെടുക്കുന്നവർ തമ്മിൽ നല്ല പൊരുത്തമുണ്ടാകുമ്പോഴാ. അവർക്ക് ഒരേ താല്പര്യങ്ങളും ഒരേ ലക്ഷ്യവും ആയിരിക്കണം. അല്ലാത്ത യാത്ര വിരസമായിരിക്കും. എത്രയും പെട്ടെന്ന് അവസാനിച്ചെങ്കിലെന്ന് വിചാരിക്കുന്ന അത്രയും വിരസം. നമ്മുടെ യാത്ര അങ്ങനെ ആയിരിക്കുമെന്നാണോ നീല് കരുതുന്നത്? ഒരിക്കലും അല്ല നീൽ. ഞാൻ നീലിന് എപ്പോഴും ഒരു നല്ല ഫ്രണ്ടായിരിക്കും. ഫ്രണ്ട്സ് തമ്മില് സ്നേഹം മാത്രമല്ലേ ഉണ്ടാവൂ? അതെ, ഫ്രണ്ട്സ് മാത്രമായാൽ അങ്ങനെ സംഭവിക്കൂ. അതിനപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിക്കാതിരിക്കാൻ വേദയ്ക്ക് കഴിയൂ? അതിനപ്പുറത്തേക്കെന്ന് പറയുമ്പോ എന്താ നീൽ ഉദ്ദേശിക്കുന്നേ? നമ്മൾ ഒരുമിച്ചൊരു ലൈഫ് തുടങ്ങുന്നതിനെ കുറിച്ചാണോ? അതെ. അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നീൽ. എനിക്കറിയാം എന്റെ പരിമിതി. എന്നാലും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതിന്റെ ന്യായാന്യായങ്ങളെ കുറിച്ച് ചോദിച്ചാൽ, എനിക്കങ്ങനെ ആഗ്രഹിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് ചോദിച്ചാൽ, ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നെനിക്കറിയാം, എനിക്ക് നീലില്ലാതെ പറ്റില്ല. എന്റെ ജീവന്റെ താളമാണ് നീൽ. യു ആർ മൈ വേൾഡ്, എന്റെ ലോകം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എവിടെ സംസാരിച്ചു തുടങ്ങിയാലും ഇവിടെ തന്നെ എത്തുമെന്ന്. അതുകൊണ്ട് അത് വിട്ടേക്ക് നീൽ. നമുക്ക് മറ്റെന്തെങ്കിലും പറയാം. സംസാരമൊക്കെ ഇനി പിന്നെ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് വീട് വരെ പോണം. എന്തിന്? ആവശ്യമുണ്ട്. എന്നോട് പറഞ്ഞൂടെ? വന്നിട്ട് പറയാം. വന്നിട്ട് പറയാം. അവളെ കാണാൻ പോവാ. പക്ഷേ അവളില്ലല്ലോ അവിടെ. പോയല്ലോ. എന്തുപറ്റി അമ്മേ? അവള് പോയടാ. ആര്? സ്വാതി. ഞങ്ങളെല്ലാവരും പോണ്ടെന്ന് പറഞ്ഞതാ, പക്ഷെ കേട്ടില്ല. നിനക്ക് വേണ്ടിയാ അവൾ ഇറങ്ങിപ്പോയത്, വേദയുടെ അസുഖം മാറാൻ. ഇതല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ലല്ലോ അവളുടെ മുമ്പില്. നീ പോവാൻ പറയുന്നതിന് മുമ്പ് അവളങ്ങ് ഇറങ്ങിയെന്നേ ഉള്ളൂ. ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ലായിരുന്നു.
വേദയായിട്ട് ജീവിക്കുമ്പോ സ്വാതി ഒരു തടസ്സമാണല്ലോ. വേദയുമായിട്ട് ജീവിക്കാൻ പോകുന്ന നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. സ്വാതിയെ വേണ്ടെന്ന് വെച്ചൊരു ജീവിതം അതെനിക്ക് വേണ്ട. അബദ്ധമായല്ലോ മോനെ. നിന്റെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അവളെ പോവാൻ സമ്മതിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ചത് മഹാമണ്ടത്തരമായി പോയി. ഞാൻ വരുന്നതിന് മുമ്പ് അവളെ ഒരു കാരണവശാലും വിടരുതായിരുന്നു. ഒന്നും അല്ലെങ്കിലും ഞാൻ അവളുടെ ഭർത്താവല്ലേ. ഞങ്ങൾ പറഞ്ഞതാ, ഏട്ടത്തി കേട്ടില്ല. നീ വന്നാ പോവാൻ പറ്റില്ല നമുക്ക് തോന്നിക്കാണും. എല്ലാം തീരുമാനിച്ചുറച്ചതുപോലെയായിരുന്നു അവളുടെ പെരുമാറ്റം. ആവുന്നത് ഞങ്ങൾ പറഞ്ഞു നോക്കി, ഉൾക്കൊള്ളാൻ അവള് തയ്യാറായില്ല. ഒരു പക്ഷേ ഇതല്ലാതെ വേറെ വഴിയില്ലെന്ന് അവള് കരുതി കാണണം. ഇല്ലല്ലോ, വേദയ്ക്ക് എന്തായാലും നീലിനെ വേണം. അപ്പൊ പിന്നെ വേറെന്താ വഴി എന്ന് നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല. ഇങ്ങനെയല്ലല്ലോ നീ വേദയുടെ വീട്ടുകാരോട് പറഞ്ഞത്. അതൊക്കെ അവരുടെ വെറും ആഗ്രഹങ്ങൾ മാത്രമാണ്. അപ്പൊ വേദ രക്ഷപ്പെടണ്ടെന്നാണോ നീ പറയുന്നത്? നീ ഇല്ലാതെ അത് സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. നിനക്കിപ്പോ വേദ ഒരു പ്രശ്നമേ അല്ല അല്ലേ? വിചാരണ വേണ്ട. സ്വാതിയേക്കാൾ വലുതല്ലേ ഇപ്പൊ എനിക്ക് മറ്റൊന്നും. എന്നാ പോയി വിളിച്ചോണ്ട് വാടാ സ്വാതിയെ. അത് തന്നെയാ ഞാൻ ചെയ്യാൻ പോകുന്നത്. വേണം മോനെ, നീ പറഞ്ഞത് തന്നെ അതിന്റെ ശരി. ഞാനും വരാം. വേണ്ട, അവളെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ മാത്രം മതി. എനിക്കറിയാം അവൾ എവിടെ ഉണ്ടായിരിക്കും. ഞാൻ കൊണ്ടുവന്നിരിക്കും. എല്ലാം തീർന്നതാ. വീണ്ടും കുഴപ്പമുണ്ടാക്കാനുള്ള പരിപാടിയാ നീലിന്റെ. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അവനെ തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചത് അവന്റെ ഭാര്യയാ. അതിലൊരു തെറ്റും ഇല്ലെന്ന് മാത്രമല്ല, അതാണ് ശരി. എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. അവളെവിടെ? സ്വാതി ഇവിടെ ഉണ്ട്. ആ, അകത്തേക്ക് പൊക്കോളൂ. ആ, നീല് വന്ന കാണാൻ താല്പര്യമില്ലെന്ന് അറിയിക്കാൻ പറഞ്ഞു. ഞാൻ അവളുടെ ഭർത്താവാ, കണ്ടിട്ടേ പോകൂ. ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കരുത്. അതാണ് ആഗ്രഹമെങ്കിൽ മര്യാദയ്ക്ക് അവളെ ഇറക്കിവിട്. അവൾക്ക് ദാനം കിട്ടിയ ജീവിതം അവൾ വേണ്ടെന്ന് വെച്ചു. അതിലെന്താ തെറ്റ്? തെറ്റുണ്ട്. ആ ജീവിതം അവളുടെ മാത്രമായിരുന്നില്ല, അതിന്റെ പകുതി എനിക്ക് കൂടി അവകാശപ്പെട്ടതായിരുന്നു. അപ്പൊ എന്റെ സമ്മതം വേണം അവൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ. അവളെ സങ്കടപ്പെടുത്തരുത്. ഞാൻ കാണും, കണ്ട് സംസാരിക്കും. സങ്കടപ്പെടുത്താനല്ല, കൂട്ടിക്കൊണ്ടു പോകാനാ ഞാൻ വന്നത്. ശരി, ഞാൻ വിളിക്കാം. നിനക്കെന്നെ വേണ്ടല്ലോ സ്വാതി. അത്രയ്ക്ക് വെറുക്കപ്പെട്ടവനായോ ഞാൻ? ഞാൻ ഒരിക്കലും ആരെയും വെറുത്തിട്ടില്ല, വേണ്ടെന്ന് വെച്ചിട്ടുമില്ല. സാഹചര്യങ്ങൾ എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത്. വേദയാണോ നിനക്ക് എന്നേക്കാൾ വലുത്? ഒരിക്കലുമല്ല. പിന്നെ എന്തുകൊണ്ടാ നീ എന്നെ ഉപേക്ഷിച്ചത്? എനിക്ക് നിന്നെ വേണം. നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട. അപ്പൊ വേദ എന്ത് ചെയ്യും? അതെന്റെ വിഷയമല്ല. പിന്നെ ആരുടെ വിഷയോ? ഏട്ടൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ വേദ ജീവിതത്തിലേക്ക് തിരിച്ചു വരൂന്ന് ഏട്ടനും അറിയാവുന്ന കാര്യമല്ലേ? ഏട്ടൻ തീരുമാനത്തിൽ നിന്ന് ഒളിച്ചോടിയാ നഷ്ടപ്പെടുന്നത് വേദയ്ക്ക് വേദയുടെ ജീവിതമല്ലേ? ഏട്ടൻ കാരണം അങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതിന്റെ പേരിൽ ജീവിതകാലം മുഴുവൻ ഏട്ടൻ നൊന്ത് ജീവിക്കുന്നത് കാണാനും എനിക്ക് പറ്റില്ല. ഞാൻ നോക്കിയിട്ട് ഈ ഒരു വഴിയെ കണ്ടുള്ളൂ. ഇതാണ് ശരിയായിട്ടുള്ള വഴി.
തർക്കിക്കാൻ ഞാനില്ല. എനിക്ക് നീയാണ് വലുത്. ഞാൻ കെട്ടിയ താലിയാണ് നിന്റെ കഴുത്തില്. ഇതിവിടെ കിടക്കുന്നിടത്തോളം കാലം നീ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധമാണ്. അതല്ല നിനക്ക് പിരിയണമെന്നാണെങ്കിൽ ഈ താലിയും കഴിച്ചു തന്നേക്ക്. നിനക്കതിന് കഴിയില്ല. കാരണം ഈ താലിയിൽ ഒരു സത്യമുണ്ട്. അതിനെ നിഷേധിക്കാൻ നിനക്ക് പറ്റില്ല. ഞാൻ പറയുന്നൊന്ന് അനുസരിക്ക്. നമുക്ക് തിരിച്ചു പോവാം. തിരിച്ചു വരാം, പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. വേദയുടെ അസുഖം മാറുമെന്നുള്ള ഉറപ്പ് ഡോക്ടറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചു വരാം. അത് വേദയാണ് ഇപ്പൊ എന്റെ പ്രശ്നം. എന്നും അത് തന്നെയായിരുന്നു പ്രശ്നം. എനിക്ക് എന്റെ ഭർത്താവ് ആരുടെ മുമ്പിലും തല കുനിച്ച് നിൽക്കുന്നത് കാണാൻ ആഗ്രഹമില്ല. സ്വാതി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഏട്ടന് പോവാം. വേണ്ടായിരുന്നു മോളെ, ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കണ്ടായിരുന്നു. എന്റെ മുമ്പിൽ ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു മുത്തശ്ശ. എന്നെ ശപിക്കരുത്. ഞാൻ ശപിക്കില്ല, പക്ഷേ അവൻ തിരിച്ചു വരാൻ പ്രാർത്ഥിക്കും. എല്ലാ പ്രശ്നങ്ങളും തീർത്ത് അവൻ വരും. എന്റെ മനസ്സങ്ങനെ പറയുന്നു. വേദ, ഹായ് നീൽ, ഹൗ ആർ യു? നീലിന് എന്താ ഒരു ഉത്സാഹം ഇല്ലാത്ത പോലെ? എന്തോ നഷ്ടപ്പെട്ടതുപോലെയാണല്ലോ നീലിന്റെ മുഖം കണ്ടാ തോന്നാ. എന്തോ പറ്റി? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. എന്നോട് പറ നീൽ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഇല്ലെങ്കി വേണ്ട. കേട്ടോ നീൽ, നീല് പോയതിനു ശേഷം ഞാൻ കിടന്നുറങ്ങി. ഉറക്കത്തില് ഞാനൊരു സ്വപ്നം കണ്ടു. മനോഹരമായൊരു സ്വപ്നം. നീലിന് അറിയണമെന്ന് ആഗ്രഹമില്ലേ അതെന്തായിരുന്നു? എന്തായാലും അത് വെറും സ്വപ്നമല്ലേ? എന്താ നീൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീല് വരുമ്പം പറയണമെന്ന് വിചാരിച്ച് എന്ത് താല്പര്യത്തോടെയാണെന്നറിയോ ഞാൻ കാത്തിരുന്നത്. പറഞ്ഞോ? അങ്ങനെ ഇപ്പൊ കേൾക്കണ്ട. നീല് ചീത്തയാ. എന്നോട് ഒരു ഇഷ്ടവും ഇല്ല. എന്നെ പറ്റിക്കുക. കാണണ്ട എനിക്ക് നീലിനെ. അതുകൊണ്ടല്ല വേദ, എന്റെ മൂഡ് ശരിയല്ല. നീ ചോദിച്ചില്ലേ എന്തെങ്കിലും നഷ്ടപ്പെട്ടോ എന്ന്? നഷ്ടപ്പെട്ടു. എനിക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനം നഷ്ടപ്പെട്ടു. എന്ത് സാധനം? അത് ഒരു സാധനം. അതെന്താണെന്ന് പറ, ഞാൻ മേടിച്ചു തരാം. നിനക്ക് മേടിച്ചു തരാൻ പറ്റില്ല വേദ. അതെന്താ? അത്രയ്ക്ക് വിലയുള്ളതാണോ? അതെ. എന്നാലും അതെന്താന്ന് പറഞ്ഞൂടെ? ഒരു പഞ്ചവർണ്ണ കിളി, നല്ല ഭംഗിയുള്ളൊരു കിളി. ഇത്രയുള്ളോ? ഇത് നമുക്ക് മേടിക്കാം. ഞാൻ കണ്ട സ്വപ്നമില്ലേ, അതിലൊരു ദ്വീപുണ്ട്. ആ ദ്വീപില് നമ്മള് മാത്രമേ ഉള്ളൂ. കൂടെ കുറെ കിളികളും മാൻ പോലുള്ള പാവമൃഗങ്ങളും.
അവിടുന്ന് ഞാനൊരു പഞ്ചവർണ്ണ കിളിയെ പിടിച്ചു തരാം. അല്ലെങ്കിൽ എന്തിനാ കിളി? ഞാനില്ലേ? എന്നെക്കാളും വലുതല്ലല്ലോ നീലിന് വേറൊന്നും. ആണോ? വേദയ്ക്ക് വേറെ ഒന്നും പറയാനില്ല. പറയാനുണ്ട്. ദ്വീപിൽ വെച്ച് നമ്മുടെ കല്യാണം നടക്കും. പകലൊന്നും അല്ല കല്യാണം, രാത്രി. നല്ല നിലാവൊക്കെയുള്ള ബ്ലൂ കളറുള്ള ഒരു രാത്രി. ആട്ടവും പാട്ടും വിരുന്നും. ഹോ! എന്ത് രസമായിരുന്നറിയോ? കല്യാണത്തിന്റെ അന്ന് ഞാൻ നീലിനൊരു സമ്മാനം തരും. അതെന്താന്നറിയോ? എനിക്കെങ്ങനെ അറിയാം? എന്നാ പറയാം, ഈ എന്നെ തന്നെ. സന്തോഷായില്ലേ? പറ നീൽ, സന്തോഷായില്ലേ? ആയി, ഭയങ്കര സന്തോഷമായി. എന്നിട്ടെന്താ മുഖത്തത് വരാത്തത്? അത് അറിയില്ല. പഞ്ചവർണ്ണക്കിളി പോയതുകൊണ്ടാണോ? ആയിരിക്കും. വേദ എവിടെ ഇരിക്കെ, ഞാനിപ്പോ വരാം. എവിടെ പോവാ? വരാം. പോയിക്കളയരുത്. ഇല്ല. ആ. പഞ്ചവർണ്ണക്കിളി ശരിയാക്കി തരാം. സിസ്റ്റർ, ഈ പേഷ്യന്റ് സ്കാനിംഗ് റിപ്പോർട്ട് കിട്ടിയ ഉടനെ തന്നെ അറിയിക്കണം. ശരി. റിപ്പോർട്ട് കണ്ടിട്ട് ബാക്കി എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ. ഹായ് നീൽ, വേദയെ കണ്ടില്ലേ? ഷീസ് ഹാപ്പി. അതിന്റെ മുഴുവൻ ക്രെഡിറ്റും നീലിന് അവകാശപ്പെട്ടതാണ്. പക്ഷേ ഞാൻ ഹാപ്പിയല്ല ഡോക്ടർ. സത്യം പറഞ്ഞ എനിക്കിനി ജീവിക്കണമെന്ന് പോലുമില്ല. എന്തു പറ്റി? സ്വാതി, അവള് പോയി. മെഡിക്കൽ സയൻസിന് അതൊന്നും നോക്കേണ്ട കാര്യമില്ല. മുമ്പിൽ വരുന്ന രോഗിയെ എങ്ങനെ സുഖപ്പെടുത്താം, അതുമാത്രമാണല്ലോ ഏതൊരു ഡോക്ടറും ശ്രമിക്കുന്നത്. ആ അർത്ഥത്തിൽ ഡോക്ടർ ഒരു നല്ല ഡോക്ടറാണ്. സ്വയബോധം നഷ്ടപ്പെട്ട് ഒരു ഭ്രാന്തിയെ പോലെ ഇവിടെ എത്തിയ വേദയെ ആ അസുഖത്തിന്റെ പിടിയിന്ന് ഒരു പരിധിവരെ രക്ഷിക്കാൻ ഡോക്ടർക്ക് സാധിച്ചു. ഇപ്പോൾ വേദ പഴയതുപോലെ ഗ്ലൂമിയല്ല, വയലന്റ് ആവാറില്ല. അവള് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു. ആ സ്വപ്നങ്ങളിലെ നായകൻ ഞാനാണ്, നായിക അവളും. അങ്ങനെയല്ലേ വേണ്ടത്? അതായിരുന്നല്ലോ നിങ്ങൾ തമ്മിലുള്ള കരാറും. നിഷേധിക്കുന്നില്ല, ഞാനൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ എല്ലാത്തിനും മുകളിലല്ലേ മനസ്സ്? ആ മനസ്സ് പറയുന്നത് പോലെയല്ലേ ഒരാൾക്ക് പ്രവർത്തിക്കാൻ പറ്റൂ? ഒരു കാലത്ത് എൻ്റെ മനസ്സിൽ വേദ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് മാറി. ഇപ്പൊ ഡോക്ടർക്കറിയൂ, എൻ്റെ മനസ്സിൽ സ്വാതി മാത്രമേ ഉള്ളൂ. ആ മാറ്റം സംഭവിച്ചത് ഞാൻ പോലും അറിയാതെയാ. സ്വാതി, എനിക്കും വിഷമമുണ്ട്. പക്ഷേ വേദയുടെ ഭാഗത്തല്ലേ ന്യായം? എന്നെങ്ങനെ പറയാൻ പറ്റും? അപ്പൊ സ്വാതി ചെയ്തത് അന്യായമാണെന്നാണോ? ഒരിക്കലുമല്ല. അനാഥ, ആരുമില്ലാത്തവള്, പഠിപ്പില്ല, പരിഷ്കാരമില്ല, ആകെ ഉള്ളത് തടിയ. ശരീരത്തിനുള്ള അത്രയും തടി മനസ്സിനുമുണ്ട്. എന്നെ ഉപേക്ഷിച്ചിട്ട് പോയ സ്വാതി ഇനി എങ്ങനെ ജീവിക്കും? അവളുടെ ഭാവി എന്തായിരിക്കും? ഞാൻ കാരണം അവൾക്ക് ഈ ദുരന്തം വന്നത്. ഈ ജീവിതത്തിൽ ഒരിക്കലും എനിക്കതുകൊണ്ട് സമാധാനം കിട്ടാൻ പോകുന്നില്ല. അപ്പോ വേദയ്ക്ക് ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചതിന് നീലിനൊരു പ്രയാസമില്ലെന്നാണോ? അപ്പോ വേദയ്ക്ക് ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചതിന് നീലിനൊരു പ്രയാസമില്ലെന്നാണോ? പ്രയാസമുണ്ട്. പക്ഷേ
അതിനേക്കാൾ പ്രയാസം എനിക്ക് സ്വാതിയെക്കുറിച്ച് ഓർക്കുമ്പോഴുണ്ട്. വേദയ്ക്ക് വീട്ടുകാരുണ്ട്, പഠിപ്പുണ്ട്, കാശുണ്ട്. സ്വാതിക്കിതൊന്നുമില്ല. ഡോക്ടർക്കറിയോ, ഞാൻ തയ്യാറായിരുന്നില്ല. ഡോക്ടർ പറഞ്ഞതടക്കം ഒന്നിനും. എന്നെ അതിന് നിർബന്ധിച്ചത് സ്വാതിയാ. എന്നിട്ട് ഞാൻ സമ്മതിക്കില്ലെന്ന് കണ്ടപ്പോ യാത്ര പോലും പറയാതെ പോയി. ആർക്ക് വേണ്ടിയാ? വേദയ്ക്ക് വേണ്ടി. ഒരുതരം സാക്രിഫൈസ്. ആ മഹത്വത്തിന്റെ മുമ്പില് വേദ ഒന്നുമല്ല ഡോക്ടർ, ഒന്നുമല്ല. നീലിന്റെ തീരുമാനം എന്താണ്? അതാണ് എനിക്കറിയേണ്ടത്. എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. സ്വാതിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു ജീവിതം എനിക്ക് വേണ്ട. തെറ്റുകൾ ഒരുപാട് ചെയ്തവനാ ഞാൻ എൻ്റെ സുഖങ്ങൾ മാത്രം നോക്കി. ഇനി അത് വേണ്ട, ഞാനേ വേണ്ട. നീൽ, സത്യമാണ് ഞാൻ പറയുന്നത്. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത് ഭ്രാന്താ നീലി പറയുന്നത്? എനിക്ക് ഈ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടണം. അതിന് മരിക്കുകയാണോ വേണ്ടത്? പിന്നെ ഞാൻ എന്ത് ചെയ്യും?